മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം മലപ്പുറത്ത് പുരോഗമിക്കുകയാണ്. ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്ത് വിടും. വിശദാംശങ്ങളുമായി KT സ്വാലിഹ് ഞങ്ങളുടെ പ്രതിനിധി മലപ്പുറത്ത് നിന്നും ചേരുകയാണ്. ലീഗിന്റെ നിർണായക യോഗം സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി സീറ്റുകൾ ധാരണയിൽ എത്തുന്നത് സംബന്ധിച്ച് ചില സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകുന്നത് സംബന്ധിച്ച് ഇരവിപുരം അടക്കമുള്ള സീറ്റുകൾ കോൺഗ്രസിനെ വിട്ടു നൽകുന്നത് സംബന്ധിച്ച് ലീഗിൻ്റെ ഇത് നിർണായക യോഗത്തിൽ ചർച്ച നടക്കും. സംസ്ഥാന നേതൃയോഗമാണ് ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുക. വിവിധ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഏറെക്കുറെ കാര്യങ്ങൾ തീരുമാനിക്കുക. തിരുവനന്തപുരം ജില്ലയിൽ നടക്കം. ഇരവിപുരം സീറ്റ് UDFന് കോൺഗ്രസിന് വിട്ട് നൽകുന്ന RSPക്ക് വിട്ടു നൽകുന്നതിനെതിരെ ശക്തമായ തോതിലുള്ള പ്രതിഷേധം പ്രാദേശിക നേതൃത്വത്തിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യമൊക്കെ തന്നെ ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായേക്കും. KT സ്വാലിഹ് വിശദാംശങ്ങൾ നൽകും. സ്വാലിഹ്, എന്തായി ചർച്ചകൾ? പ്രജീഷ്, നേതൃയോഗം ആരംഭിച്ചിരിക്കുന്നു. ലീഗ് അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി തങ്ങളുടെ അധ്യക്ഷതയിൽ തന്നെയാണ് യോഗം നടക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ മന്ത്രിമാരും 5 മന്ത്രിമാരിൽ 4 പേരും വീണ്ടും ജനവിധി തേടും. അതേസമയം മന്ത്രിമാരായ VK ഇബ്രാഹിം കുഞ്ഞും PK അബ്ദുൾ റബ്ബും MK മുനീറും മഞ്ഞളാംകുഴി അലിയും കുഞ്ഞാലിക്കുട്ടിയുമാണ് ലീഗിൻ്റെ മന്ത്രിമാർ. ഇതിൽ അബ്ദുൾ റബ്ബ് ഒഴികെയുള്ളവരുടെ കാര്യത്തിൽ നിലവിൽ തീരുമാനമായിട്ടുണ്ട്. ഇന്ന് തന്നെ അബ്ദുൾ റബ്ബ് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ അബ്ദുൾ റബ്ബ് മത്സരിക്കണമെന്ന ആവശ്യമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. കൂടുതൽ പുതുമുഖങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമവും പാർട്ടി നടത്തുന്നുണ്ട്. P അബ്ദുൽ ഹമീദ്, യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട്. സീറ്റുമായി ബന്ധപ്പെട്ട ചില സീറ്റുകൾ വെച്ച് മാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഇരവിപുരം, ഗുരുവായൂർ, നാദാപുരം, കുന്നമംഗലം തുടങ്ങി 4 സീറ്റുകളിൽ മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിരുന്നു. ഇത് കോൺഗ്രസിൻ്റെ കൂടെ താല്പര്യം പരിഗണിച്ച് വെച്ച് മാറുന്നതിനെ സംബന്ധിച്ചാണ് ആലോചിക്കുന്നത്. ഇരവിപുരത്തിന് പകരം കായംകുളവും ഗുരുവായൂരിന് പകരമായി ഗുരുവായൂർ സീറ്റിന് പകരമായി കുന്നമംഗലവും വെച്ച് മാറാനുള്ള ഒരു ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 20 സിറ്റിംഗ് MLA-മാരിൽ 17 പേരും വീണ്ടും മത്സരിക്കും. അബ്ദുൾ സമദ് സമദാനി മത്സരിക്കാനില്ലെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഉണ്ണി ഹാജി, അതുപോലെ KNA ഖാദർ തുടങ്ങിയവരുടെ പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല. നിലവിൽ ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുന്ന സീറ്റുകൾ കൊല്ലത്തെ ഇരവിപുരം, കോഴിക്കോട്ടെ കുന്നമംഗലം, തൃശ്ശൂരിലെ ഗുരുവായൂർ, മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ, കൊണ്ടോട്ടി, വള്ളിക്കുന്ന് എന്നീ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ പട്ടിക ആവാത്തത്. ബാക്കിയുള്ളവ ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാവുമെന്നാണ് കരുതുന്നത്. ഇല്ലെങ്കിൽ നാളെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ ഭാരവാഹികൾക്കും സംസ്ഥാന ഭാരവാഹികൾക്കും പോഷക സംഘടനകൾക്കും എല്ലാം മതിയായ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒഴിവ് വരുന്ന സീറ്റിൽ ഹമീദ് മാസ്റ്ററെയും PV ഇബ്രാഹിമിനെയും KS ഹംസയെയും ആബിദ് ഹുസൈൻ തങ്ങളെയും പരിഗണിക്കുന്നുണ്ട്. KPA മജീദ് ആദ്യഘട്ടത്തിൽ മത്സരിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് വിജയസാധ്യത കുറവാണെന്ന വിലയിരുത്തലിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അതുകൊണ്ട് തന്നെ KPA മജീദ് മത്സരിക്കാൻ ഇല്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സമദാനിയും മത്സരിക്കാനില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 24 സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ മത്സരിക്കുന്നത്. 26 സീറ്റുകൾ ആവശ്യപ്പെടുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്നാൽ ഇതിൻ്റെ പേരിൽ വലിയ ഒരു സമ്മർദ്ദമൊന്നും മുസ്ലിം ലീഗ് വരുത്തില്ല. UDF മീറ്റിൽ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളും മുസ്ലിം ലീഗ് ഉന്നയിക്കില്ല. പകരം കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ ഇക്കാര്യം ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാനുള്ള ഒരു ശ്രമമാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഉള്ളത്. പ്രജീഷ്, കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജനത്തെക്കുറിച്ച് ചില സീറ്റുകൾ കോൺഗ്രസിന് ഇരവിപുരമടക്കമുള്ള കാര്യങ്ങളിൽ വിട്ട് നൽകേണ്ട ഒരു സാഹചര്യം എന്തായാലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ പരിഗണനയിൽ ഉണ്ട്. അത് സംബന്ധിച്ച് ജില്ലകളിൽ നിന്നൊക്കെ തന്നെ ഉയരുന്ന എതിർപ്പുകൾ ഏത് രീതിയിലായിരിക്കും സംസ്ഥാന നേതൃത്വം ഇത് പരിഗണിക്കുക? അത് സംബന്ധിച്ചൊക്കെയുള്ളതിനാൽ ജില്ലാ ഘടകങ്ങളെ സമവായത്തിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ചർച്ചയിൽ ഏതർത്ഥത്തിൽ രൂപപ്പെടും?
പ്രജീഷ്, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ അധിക സീറ്റ് വേണ്ട എന്നാണ് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും തീരുമാനമുള്ളത്. കാരണം കോൺഗ്രസിൻ്റെ വലിയ ഒരു പരാതി തന്നെ മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം തുടരുന്നുവെന്നാണ്. 16 സീറ്റിൽ 4 സീറ്റ് മാത്രമാണ് ഇപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ഒരു അധിക സീറ്റ് ആവശ്യമില്ല എന്ന തീരുമാനത്തിൽ ലീഗ് നേതൃത്വം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം RSPക്ക് വിട്ടു നൽകേണ്ടി വരുന്ന ഇരവിപുരത്തിന് പകരമായി കായംകുളം സീറ്റ് വിട്ടു നൽകണം എന്നാണ് ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു നിർദ്ദേശം നൽകിയത് കരുനാഗപ്പള്ളി സീറ്റായിരുന്നു. ശ്യാം സുന്ദറിനെ ഇവിടെ മത്സരിപ്പിക്കണമെന്നും മുസ്ലിം ലീഗ് കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ ഇത് വലിയ ഒരു വിജയിക്കുന്ന സീറ്റുകൾ തമ്മിൽ വെച്ചു മാറാൻ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും തന്നെ വൈമനസ്യമുള്ളതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വലിയ ചർച്ചകൾ, പരസ്യമായ ചർച്ചകളിലേക്ക് പോകാതെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി ഇരു പാർട്ടികൾക്കും സമ്മതമുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്നതായിരിക്കും ലീഗിൻ്റെ തന്ത്രം. അങ്ങനെയെങ്കിൽ ലീഗ് 2 അധിക സീറ്റുകളും ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 24 സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിച്ചത്. 20 എണ്ണത്തിൽ മാത്രമാണ് വിജയിച്ചത്. തോറ്റ 4 മണ്ഡലങ്ങളും ലീഗിന് മാറാനുള്ള താല്പര്യം ലീഗ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മണ്ഡലങ്ങൾ വെച്ച് മാറുന്നതിന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 അധിക സീറ്റുകളാണ് മുസ്ലിം ലീഗ് സംസ്ഥാനത്ത് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും ഇപ്പോൾ ആശയവിനിമയം നടത്തി തുടങ്ങിയിട്ടുണ്ട്. മറ്റു ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾക്കിടയിൽ ലീഗ് ഇതുവരെ ഇടപെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ UDFിലും ലീഗ് സീറ്റുമായി ബന്ധപ്പെട്ട് മണ്ഡലങ്ങൾ വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്തിട്ടില്ല. ഇത് കോൺഗ്രസുമായി മാത്രം ചർച്ച ചെയ്ത ഉഭയകക്ഷി ചർച്ചകളിലൂടെ തന്നെ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കണമെന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും അധിക സീറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുസ്ലിം ലീഗിൽ വലിയ വിമർശനം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് UDFിൽ വലിയ സംസ്ഥാന നേതൃത്വം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം ചേരുന്നത് സംബന്ധിച്ചും ഏതൊക്കെ വിഷയങ്ങൾ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചർച്ചകളാണ് നടക്കുന്നത് എന്നത് സംബന്ധിച്ചും വിവരങ്ങൾ നൽകിയത്.